നമുക്ക് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങ് ഐശ്വര്യപൂർണ്ണമായി ആരംഭിക്കാം. നമസ്കാരം. ഞാൻ ഈ പുസ്തകം വായിക്കാത്തതുകൊണ്ട് പുസ്തകത്തെക്കുറിച്ചുള്ളൊരു ഒന്നും പറയാൻ സാധ്യമല്ല. ദിനേശിൻ്റെ ഈ ഒരു സംരംഭം, ദിനേശിൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ചില വിദ്യകളുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഏറെക്കാലമായിട്ട് ഒരാളെ സിനിമയിൽ PR എന്ന നിലയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹം ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളെ പങ്കുവെക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിനും എല്ലാ വിജയങ്ങളും നേടുകയാണ്. ഈ പുസ്തകം ധാരാളമായി വായിക്കപ്പെടട്ടെ, ആസ്വദിക്കപ്പെടട്ടെ. എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. പുസ്തക പരിചയത്തിനായി വിവേക് മുഴക്കുന്ന് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സീനിയർ ന്യൂസ് പ്രൊഡ്യൂസർ, മനോരമ ന്യൂസ്. വേദിയിലിരിക്കുന്ന എത്രയും പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെയാണ് ഇങ്ങനെയൊരു വേദിയിൽ നിൽക്കുന്നത്. ദിനേശൻ്റെ പുസ്തകം ഒരു 2 മാസം മുമ്പ് വായിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. സാധാരണ ജേർണലിസം ക്ലാസ്സുകളിൽ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ MR ഹരികുമാർ വേദിയിലുണ്ട്. ജേർണലിസം ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് നമ്മളൊരു കോണ്ടാക്റ്റ് ഉണ്ടാകുമ്പോൾ, ഒരാളെ വിളിക്കുമ്പോൾ ആദ്യം ഇന്ന സ്ഥാപനത്തിൽ നിന്ന് ഇന്നയാളാണ് വിളിക്കുന്നത്. ഉദാഹരണത്തിന് മനോരമയിൽ നിന്ന് വിവേകാണ് വിളിക്കുന്നത് എന്ന് ആദ്യം പറയുന്നു. പിന്നീട് അവരെ വിളിക്കുമ്പോൾ വിവേകാണ് മനോരമയിൽ നിന്ന് എന്ന് പറയുന്നു. വീണ്ടും അവരെ വിളിക്കുമ്പോൾ വിവേകാണ് എന്ന് മാത്രം പറയും. 4ാം തവണ വിളിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് ആ വിവേക് പറയൂ എന്ന് പറയണമെന്നാണ് ജേർണലിസത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണം. 10-30 വർഷം എത്തുന്ന PRO ജീവിതത്തിനിടയിൽ 350 സിനിമകളിൽ പ്രവർത്തിച്ച അനുഭവ പരിചയമുള്ള AS ദിനേശ് എന്ന ദിനേശേട്ടൻ ഇപ്പോഴും ഏതൊരാളെയും ഫോണിൽ വിളിക്കുമ്പോൾ ആദ്യം പറയുന്നത് നമസ്കാരം, ദിനേശാണ്, PRO എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം അങ്ങനെ ഒരാളെ കണ്ടുകിട്ടാൻ, പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ മാധ്യമ മേഖലയിലൊക്കെ കണ്ടുകിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ മാധ്യമപ്രവർത്തകരും സാധാരണ സ്വയം പറയുന്ന ഒരു കാര്യമുണ്ട്, താങ്ക്ലെസ് ജോബാണ് മാധ്യമപ്രവർത്തനം എന്നുള്ളതാണ്. സിനിമയിലുള്ള ചില തൊഴിലാളികളും ഫെഫ്കയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ അത് പറയുമ്പോൾ അവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സിനിമയിലുള്ള പലരും പറയാറുണ്ട് ഇതൊരു നന്ദിയില്ലാത്ത ജീവിതമാണ്, നന്ദിയില്ലാത്ത തൊഴിലാണെന്നൊക്കെ. എത്ര വലിയ വിജയത്തിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം പരാജയത്തിൽ പലപ്പോഴും കിട്ടാറില്ല. ആരും ചേർത്ത് പിടിക്കാൻ ഇല്ലാത്ത അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത്. ഇത് പറയാൻ കാരണം ഇന്ന് മാധ്യമപ്രവർത്തകർ PROമാരായി മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഒരു PRO യഥാർത്ഥ മാധ്യമത്തിൻ്റെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് സിനിമയെ യഥാർത്ഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി സജീവമായി ഇടപെടുന്ന, വളരെ സക്രിയമായി ഇടപെടുന്ന ഒരു പ്രവർത്തനം നമ്മൾ കാണുന്നത്. AS ദിനേശ് ആ അർത്ഥത്തിൽ ദിനേശേട്ടൻ നമ്മുടെ എല്ലാം സിനിമയിലേക്കുള്ള, സിനിമാ ലോകത്തേക്കുള്ള വാർത്തയുടെ ഒരു GPS ആയി, നമുക്ക് ഒരു ഗൂഗിൾ മാപ്പായിട്ടൊക്കെ പ്രവർത്തിക്കുന്നു, സത്യസന്ധനായി എന്ന് തന്നെ പറയണം. ദിനേശേട്ടൻ ഈ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലാക്കിയ 2-3 കാര്യങ്ങൾ. അദ്ദേഹം ഇത്രയും വർഷം സിനിമയ്ക്കൊപ്പം പ്രവർത്തിച്ചിട്ടും ഇത്രയും സിനിമകളിൽ പ്രവർത്തിച്ചിട്ടും അദ്ദേഹം ഇപ്പോഴും നക്ഷത്രങ്ങളെയൊക്കെ ദൂരെ നിന്നാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം ആ നക്ഷത്രങ്ങൾക്കൊപ്പം ചേരുകയോ ആ നക്ഷത്രങ്ങളെ പോലെ സംസാരിക്കുകയോ ചെയ്യുന്നില്ല, അവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ഉള്ളടക്കം. സാധാരണ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ വായിച്ച പുസ്തകത്തിൻ്റെ ഒരു കഥയിൽ അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഗുണപാഠം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില വാക്കുകൾ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ അദ്ദേഹം എഴുതിയ ഈ അനുഭവത്തിൻ്റെ പകർപ്പിൽ എല്ലാ അനുഭവത്തിൻ്റെ ഏടുകളുടെയും ഏറ്റവും ഒടുവിലായി അദ്ദേഹം ഒരു വാചകം, ഒരു ഗുണപാഠം എഴുതി ചേർക്കുന്നുണ്ട്. അത് വായനക്കാരന് വേണ്ടി
പ്രത്യേകം അദ്ദേഹം ആ രീതിയിൽ തന്നെ അത് തയ്യാറാക്കി എഴുതി വച്ചിട്ടുമുണ്ട്. നമ്മളിൽ എത്ര പേർക്ക് അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഏട് മറിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണപാഠം എഴുതാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. നമുക്ക് എത്ര പേർക്ക് അത് സാധിക്കുമെന്നുള്ളത് വളരെ സംശയമാണെന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. അപ്പോൾ ഈ പുസ്തകത്തിൽ എഴുതിയ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഈ പുസ്തകം വളരെ സസന്തോഷം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിൽ ഏറ്റവും എനിക്ക് ആകർഷകമായി തോന്നിയത് അത് അദ്ദേഹം PR ആയതുകൊണ്ട് തന്നെ, കാരണം ജേർണലിസ്റ്റുകൾക്ക് ഒരുപാട് ആളുകളുമായിട്ട് ബന്ധങ്ങൾ, പല സ്വകാര്യ സംഭാഷണങ്ങളും അവരുമായി നടത്തുകയും ചെയ്യും. അപ്പോൾ അത്തരം സ്വകാര്യ സംഭാഷണങ്ങൾ വാർത്തയായി മാറുമ്പോൾ പലപ്പോഴും ഇന്ന് കണ്ടുവരുന്നത് അത് വലിയ വിവാദങ്ങളിലേക്ക് പോകും. പിന്നീട് ഈ ജേർണലിസ്റ്റും ആ സോഴ്സും അല്ലെങ്കിൽ ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും എന്നതിനപ്പുറം ആ ജേർണലിസ്റ്റ് സ്വന്തം ജീവിതത്തിൽ കരിയർ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യും, വലിയ ജേർണലിസ്റ്റായിട്ടൊക്കെ അറിയപ്പെടും. അത്തരം സ്വകാര്യ സംഭാഷണങ്ങളിൽ നിന്ന് വീണ് കിട്ടുന്ന ചില സംഭാഷണങ്ങൾ, ചില സന്ദർഭങ്ങൾ, ചില വിവരങ്ങളൊക്കെ വെച്ച് വാർത്ത ചെയ്യും. അപ്പോൾ ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പോ ഒരു മാർഗദർശിയായ കാര്യമോ ഒക്കെ ആയിട്ട് എടുത്തു പറയുകയാണെങ്കിൽ, ഇതിൽ ജയറാമേട്ടനുമായിട്ട് ദിനേശേട്ടൻ സംസാരിച്ചപ്പോൾ ജയറാമേട്ടൻ ഇളയരാജയെക്കുറിച്ച് ഒരു ഇതുവരെ കേൾക്കാത്ത ഒരു കാര്യം പറയുന്നു. അദ്ദേഹം മുമ്പ് സംഗീത മേഖലയിൽ നിൽക്കുമ്പോൾ, സിനിമയിലൊന്നും വരുന്നതിന് മുമ്പ് അദ്ദേഹം ചില പാർട്ടികൾക്കൊപ്പം പ്രവർത്തിക്കുകയും ചില പരിപാടികളൊക്കെ നടത്തി എന്നുള്ളതാണ് അതിൽ ജയറാമേട്ടൻ ദിനേശേട്ടനോട് സൂചിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ദിനേശേട്ടൻ വളരെ കാര്യമായി എടുക്കുകയും ഒരു പ്രമുഖ പത്രത്തിൻ്റെ സൺഡേ സപ്ലിമെന്റിൽ വലിയ വാർത്തയായി വരികയും ചെയ്തു. അത് AS ദിനേശ് എന്ന ജേർണലിസ്റ്റിന് ഒരുപാട് അഭിനന്ദനങ്ങൾ നേടിക്കൊടുത്തു. പക്ഷേ ഒരു വേള ജയറാമിന് മുന്നിൽപ്പെട്ടപ്പോൾ ജയറാം അദ്ദേഹത്തോട് പറയുന്നു, ഇളയരാജ എന്നെ വിളിച്ചിരുന്നു, ഇളയരാജ എന്നോട് വളരെ മോശമായി പെരുമാറിയിരുന്നു. പക്ഷേ ജയറാം അദ്ദേഹത്തോട് മോശമായി പെരുമാറിയില്ല. പക്ഷേ അത് AS ദിനേശ് എന്ന വ്യക്തിയിൽ ജേർണലിസ്റ്റിൽ ഉണ്ടാക്കുന്ന വലിയ കുറ്റബോധമുണ്ട്. ആ കുറ്റബോധത്തെക്കുറിച്ച് അദ്ദേഹം അതിൽ വിശദമായി എഴുതിയിട്ടുമുണ്ട്. അതൊരു പാഠമാണ്, ഒരു ചെറിയ പാഠം ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങൾ പരസ്യപ്പെടുത്താനുള്ളതല്ല. നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങൾ നമ്മൾ രണ്ടുപേരിൽ തന്നെ നിൽക്കേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറയുന്നത്, എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ സന്ദർഭങ്ങൾ. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നതനുസരിച്ചാണ് നമ്മൾ അയാളുടെ വ്യക്തിത്വത്തെ വിലയിരുത്തുന്നത്. ഉദാഹരണത്തിന് മമ്മൂട്ടി എന്ന മഹാനടൻ നമ്മളോട് അല്പം മോശമായി പെരുമാറിയാൽ നമ്മൾ പൊതുജനങ്ങൾക്ക് പൊതു ഇടങ്ങളിൽ പറയുന്നത് അദ്ദേഹം വളരെ ജാടയായ വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തെ അടുത്തറിഞ്ഞാൽ അദ്ദേഹം ജാടയുള്ള ആളല്ല, അദ്ദേഹം നല്ല വ്യക്തിത്വമുള്ള, നല്ല പെരുമാറുന്ന ആളാണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും. ഇതിൽ മുരളി എന്ന മഹാനടൻ, നമ്മളെ വേർപെട്ട് പോയ മുരളി എന്ന മഹാനടനെ കുറിച്ച്, അദ്ദേഹത്തെ ഒരു നാൾ അച്ഛനകത്ത് വീടിൻ്റെ ലൊക്കേഷനാണെന്ന് തോന്നുന്നു അല്ലേ? വിനോദയാത്രയുടെ ലൊക്കേഷനിൽ വെച്ച് അദ്ദേഹം മുരളി എന്ന നടനെ ആദ്യമായിട്ട് കാണുന്നു. അവിടെ വെച്ച് അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. ദിനേശ് ചേട്ടനാണെങ്കിൽ എല്ലാ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ മുരളിയേട്ടനെ കാണുമ്പോൾ അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് അദ്ദേഹത്തിന് അറിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ആ രീതിയിൽ സംസാരിക്കുകയും, പക്ഷേ ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പരമാനന്ദ യോഗിയുടെ ആത്മകഥ അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു. അപ്പോൾ ആ പുസ്തകം ഏറ്റുവാങ്ങിയ ശേഷം മുരളി എന്ന നടൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ അറിവുകളെക്കുറിച്ചൊക്കെ ഒരുപാട് നേരം ദിനേശേട്ടനോട് സംസാരിച്ചു. അപ്പോൾ ദിനേശേട്ടനോട് സംസാരിച്ചപ്പോൾ ദിനേശേട്ടൻ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുറമേ കാണുന്ന ആളുകളല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മമ്മൂട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ പുറമേ കാണുന്ന ആളുകളല്ല, അകമേ കാണണം എന്നുള്ളതാണ്. അദ്ദേഹത്തെ അകമേ കാണുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ അറിവിലൂടെ. അദ്ദേഹം ദിനേശേട്ടൻ വിചാരിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരാളാണെന്ന് ദിനേശേട്ടൻ തിരിച്ചറിയുന്നിടത്താണ് ആ നിമിഷം ദിനേശേട്ടൻ മാറ്റുന്നത്. അത്തരം മാനസാന്തരങ്ങൾ ഒരുപാട് ഈ പുസ്തകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം താരങ്ങളെ ദൂരെ നിന്ന് കാണുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ട് ഈ പുസ്തകം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വായിച്ച ആളെന്നുള്ള നിലയിൽ എനിക്ക് സാക്ഷ്യപ്പെടുത്താറുള്ളത്.
നമ്മുടെ മലയാള സിനിമ PRO എന്നുള്ള തസ്തികയുടെ വില അറിയുന്നത് ഒരുപക്ഷെ AS ദിനേശ് എന്ന വ്യക്തി സജീവമായി സിനിമയിലേക്ക് കടന്നു വരികയും സിനിമയുടെ യഥാർത്ഥ വശങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത് വഴിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ഇത്ര ദീർഘനാളായി അദ്ദേഹം ആരെയും വാക്കുകൊണ്ട് വെറുപ്പിച്ചതായി അറിയില്ല, പ്രവൃത്തി കൊണ്ട് മുഷിപ്പിച്ചതായി അറിയില്ല. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ നന്മയുള്ള മനസ്സുകൊണ്ട് ഏത് നിമിഷവും ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്ന മഹാമനുഷ്യനായി മാറുന്ന കാഴ്ച ഈ പുസ്തകത്തിനൊടുവിൽ നമുക്ക് കാണാൻ പറ്റും. ഈ പുസ്തകം വായിക്കപ്പെടേണ്ടത് രണ്ട് തരത്തിലാണ്. ഒന്ന്, നല്ല മനുഷ്യനെ അറിയാൻ വേണ്ടി. രണ്ട്, എന്താണ് മാധ്യമ പ്രവർത്തനം, നമ്മൾ എന്തിനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, നമ്മൾ എന്തിനെക്കുറിച്ചാണ് എഴുതേണ്ടത്, എന്താണ് വായിക്കേണ്ടത്. ഒരു നല്ല മനുഷ്യനെയും ഒരു നല്ല മാധ്യമ പ്രവർത്തകനെയും പരിചയപ്പെടാൻ ഈ പുസ്തകത്തിലൂടെ സാധിച്ചു എന്നുള്ള ആത്മാർത്ഥമായ അഭിപ്രായത്തോടെ ഈ പുസ്തകം നിങ്ങൾ വായിക്കണം. ഇത് പരിചയപ്പെടുത്തുക എന്ന വലിയ ദൗത്യം ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്തതായി അറിയിക്കുന്നു. വേദിയിലിരിക്കുന്ന എല്ലാവരോടും നന്ദി, സദസ്സിലിരിക്കുന്ന എല്ലാവരോടും സ്നേഹം. താങ്ക് യു. അടുത്തതായി മുഖ്യ പരിപാടിയായ പുസ്തക പ്രകാശനമാണ് നടക്കാൻ പോകുന്നത്. ഇത് നിർവഹിക്കാനായി അമ്മ ജനറൽ സെക്രട്ടറിയും പ്രിയ നടനുമായ ബഹുമാനപ്പെട്ട സിദ്ദിഖ് സാറിനെ ക്ഷണിക്കുന്നു. സിദ്ദിഖ് സാർ ഈ പുസ്തകം ഫെഫ്ക യൂണിയൻ ജനറൽ സെക്രട്ടറി സംവിധായകനും കൂടിയായ P. ഉണ്ണികൃഷ്ണൻ സാറിന് നൽകിക്കൊണ്ടാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. സർ, ദയവായി സ്റ്റേജിലേക്ക്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ദിനേശാണ്, PRO. ഇത് പല പ്രാവശ്യം നമ്മളെല്ലാവരും ഫോണിൽ കേട്ടിട്ടുള്ള ഒരു വാചകമാണ്. ദിനേശ് എപ്പോൾ വിളിക്കുമ്പോഴും നമ്മളെങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും സംസാരിക്കുന്നത്. ഞാൻ ദിനേശിൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും വിളിച്ചാലും ദിനേശ് ആദ്യം പറയുന്ന വാക്ക് തന്നെയാണ്, ഞാൻ ദിനേശാണ്, PRO. അപ്പോൾ ആ പേരിൽ തന്നെ ഒരു പുസ്തകം ദിനേശ് രചിച്ചത് വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും തന്നെ ദിനേശിനെ പരിചയപ്പെട്ട കാലം മുതൽ ഇന്നേ ദിവസം വരെ ദിനേശിനെ ഒരിക്കലും അകറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. ദിനേശിൻ്റെ പെരുമാറ്റവും എപ്പോഴും വളരെ മാന്യമായ രീതിയിൽ തന്നെയായിരുന്നു. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം നിരവധി PROമാരുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ സിനിമയിൽ വരുന്ന കാലത്ത് ഞാൻ ജൂബിലിയുടെ ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് വരുന്നത്. അപ്പോൾ അന്ന് രഞ്ജി കോട്ടയം എന്ന് പറയുന്ന ഒരു PRO ആണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് ഐമനം സാജൻ എന്ന് പറയുന്ന ഒരു PRO ഉണ്ടായിരുന്നു. എബ്രഹാം ലിങ്കൻ ഉണ്ടായിരുന്നു. പിന്നെ വാഴൂർ ജോസ് വന്നു. പിന്നീടാണ് ദിനേശ് AS ദിനേശ് എന്ന് പറയുന്നത് ദിനേശ് PRO ആയിട്ട് വരുന്നത്. ദിനേശിനെ പരിചയപ്പെട്ട കാലം മുതൽ ഇന്ന് വരെ ദിനേശിനെ കുറിച്ച് നമുക്ക് നല്ലതേ പറയാനുള്ളൂ, നല്ല ഓർമ്മകളേ ഉള്ളൂ. മാന്യമായ പെരുമാറ്റം. ദിനേശ് ഒരു സെറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് വിഷ് ചെയ്തെന്നിരിക്കും. പിന്നീട് ദിനേശ് നമ്മുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഒരു PRO എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ PR വർക്ക്സിന് ഉള്ളൊരു ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഒരു സിനിമ നിർമ്മാണം ആരംഭിച്ച് അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി കഴിയുമ്പോൾ മുതൽ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഈ സിനിമ കാണാനുള്ളൊരു പ്രേരണ ജനങ്ങൾക്കുണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് ഒരു PROയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ അതിന് അദ്ദേഹം ഏതൊക്കെ മാഗസിനുകളിൽ ഏതൊക്കെ മീഡിയകളിൽ ഈ സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കണം, ഈ സിനിമയെക്കുറിച്ചുള്ളൊരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കണം, ഈ സിനിമ വന്നാൽ തിയേറ്ററിൽ പോയി കാണണമെന്നൊരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കണം. അതാണ് ഒരു PRO ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അത് വളരെ സ്തുത്യർഹമായ രീതിയിൽ നിർവഹിക്കുന്ന ഒരാളാണ് ദിനേശ്. അല്ലാതെ ദിനേശ് സെറ്റിൽ വന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നതോ മറ്റ് സെറ്റുകളിലെ പരദൂഷണം പറയുന്നതോ നമ്മൾ ആരും കേട്ടിട്ടുണ്ടാവില്ല. ഒരിക്കൽ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകനായ എന്നെക്കാൾ വളരെ ജൂനിയറായ ഒരു നടൻ എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ സിനിമയുടെ ഒരു PRO, ദിനേശ് അല്ല വേറൊരു PRO അവിടെ വന്നിങ്ങനെ ഇരുന്ന് ലിസ്റ്റിലൊക്കെ എഴുതുന്നുണ്ട്, ആൾ അഭിനയിക്കുന്ന ആളുടെ പേരൊക്കെ എഴുതുന്നുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്തിരിക്കുന്ന ഈ ജൂനിയർ മീൻസ് എന്നെക്കാൾ പ്രായം കുറവും എന്നെക്കാൾ വളരെ കാലശേഷം സിനിമയിൽ വന്നു എന്നർത്ഥത്തിൽ ഉദ്ദേശിച്ചതേ ഉള്ളൂ. അപ്പോൾ ആ നടനോട് ചോദിക്കുന്നുണ്ട്,
ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. ഇത് അവസാനമാണ് എഴുതിയിട്ടുള്ളത്. കുറച്ചുകൂടെ മുകളിലേക്ക് കേൾക്കണം. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ വേണമെന്നില്ല, ചേട്ടൻ ഏതായാലും അവിടെ എഴുതിയതല്ല, അവിടെ തന്നെ കിടക്കട്ടെ. അത്രയ്ക്ക് അഹങ്കാരമാണോ? അങ്ങനെയാണെങ്കിൽ ഞാനിത് വെട്ടും. ഓ, ചേട്ടൻ വെട്ടിക്കും, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ആ നടൻ്റെ പേര് ഏറ്റവും ആദ്യം എഴുതിയേ പറ്റും. ആ നടൻ അത്രയ്ക്ക് വളർന്നു വലുതായി, ആ നടൻ്റെ പേര് ഇന്ന് ആദ്യം എഴുതാം. അപ്പോൾ ഒരിക്കലും ഒരാളെ നമ്മളങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഒരു മാറ്റി നിർത്തി അല്ലെങ്കിൽ വേറിട്ട് നിർത്തി കാണാൻ പാടില്ല എന്നൊരു പാഠം കൂടി ഞാൻ അന്ന് അതിൽ നിന്ന് മനസ്സിലാക്കി. അപ്പോൾ ദിനേശിൽ നിന്ന് അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞ ആ പി ആർ ഒ ഇപ്പോഴും പി ആർ ഒ തന്നെയാണ്. പക്ഷേ ഈ നടൻ ഇന്ന് അവസാനത്തെ പേരിൽ നിന്ന് ഏറ്റവും ആദ്യത്തെ പേരിലെത്തി. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ദിനേശിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ദിനേശ് ഒറ്റ ഫോൺ കോളിൽ എന്നോട് ഈ കർമ്മം നിർവഹിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞൊരു വളരെ സന്തോഷപൂർവ്വം വന്ന് ഇന്ന് ദിനേശിൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചു. സിവിച്ചാൻ പറഞ്ഞതുപോലെ ഈ പുസ്തകം ഒരുപാട് പേര് വായിക്കട്ടെ. വായന എന്ന് പറയുന്ന സ്വഭാവം ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നൊരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഒരുപാട് പേര് ഈ പുസ്തകം വായിക്കാൻ ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ഔദ്യോഗികമായി നിർവഹിച്ചതായി എല്ലാവരും അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം FKയുടെ 16 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു അംഗത്തിൻ്റെ പുസ്തക പ്രകാശനം. നമ്മുടെ ഇടയിലുള്ള ചിലർ പുസ്തകം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഉണ്ടോ എഴുതിയിട്ടുണ്ടോ? ഒന്നോ രണ്ടോ പേര് എഴുതിയതായിട്ട് അറിയാം. പക്ഷേ പ്രകാശനം ഇതുപോലെ നടക്കുകയും 2008 മുതൽ ഈ 24 വരെ 16 വർഷം FKയുടെ പ്രധാനപ്പെട്ട എല്ലാ യോഗങ്ങളും നടന്ന ഈ ഹാളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത്. അതും വലിയ സന്തോഷമാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, തീർച്ചയായിട്ടും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമുക്ക് 21 വ്യത്യസ്ത ക്രാഫ്റ്റുകളുണ്ട്. അതിലൊക്കെ പ്രവർത്തിക്കുന്ന പരിചയസമ്പന്നരായ ആളുകൾ അവരുടെ അനുഭവക്കുറിപ്പുകൾ ഇതുപോലെ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചലച്ചിത്ര വ്യവസായത്തെക്കുറിച്ച്, ആ തൊഴിൽ മേഖലയെക്കുറിച്ച് പുതിയൊരു ചിത്രം പൊതുസമൂഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു തുടക്കമാകട്ടെ. ഒരുപാട് പേര് ദിനേശിൻ്റെ വഴി പിന്തുടർന്ന് അവരുടെ തൊഴിൽ മേഖലയിലെ അനുഭവങ്ങൾ എഴുതുകയും അത് പുസ്തകങ്ങളായി മാറുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദിനേശിനെ പറ്റി ഇവിടെ ശ്രീ സിദ്ദിഖ് പറഞ്ഞു, മറ്റേ ദിനേശിനെ പറ്റി വിവേക് പറഞ്ഞു. സദാ പ്രസാദാത്മകതയുള്ള അദ്ദേഹത്തിൻ്റെ ജോലികളെ കൃത്യമായി നിർവഹിച്ചു പോരുന്ന, വലിയ രീതിയിലുള്ള വാശിക്കോ അല്ലെങ്കിൽ ഒരു തൻ്റെ തൊഴിലൊരു കോമ്പറ്റീഷനാണ് എന്നൊക്കെ കരുതാത്ത സൗമ്യനായിട്ടുള്ള ഒരാളാണ് ദിനേശ്. ആ ദിനേശിൻ്റെ സമീപനം ഞാൻ അവിടെ ഇരുന്ന് വായിച്ച പേജുകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷം അദ്ദേഹത്തിൻ്റെ എഴുത്തിലുമുണ്ട്. ഈ ഒരു തസ്തിക, PRO എന്ന് പറയുന്ന തസ്തിക സിനിമയിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും FKയും തമ്മിൽ നടന്ന ഒരു കത്തിടപാട് തന്നെ ഈ മേഖലയെ കുറിച്ച് ആണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. പരമ്പരാഗതമായിട്ടുള്ള ഒരു സങ്കല്പത്തിൽ നിന്നും ഇപ്പോൾ ഇത് മാറുന്നു, ഡിജിറ്റലാവുന്നു. സിനിമയുടെ പ്രമോഷൻ, സിനിമയുടെ പബ്ലിസിറ്റി തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ, വ്യത്യസ്ത സ്വഭാവമുള്ള, ഡിജിറ്റൽ സ്വഭാവമുള്ള ഒരുപാട് ആളുകൾ കടന്നു വരുന്നു. ഈ തൊഴിൽ ആകപ്പാടെ മാറിപ്പോകുന്നു. അപ്പോൾ ദിനേശിനെ പോലെ ഉള്ളവർ എന്ന് പറയുന്നത് തീർച്ചയായും കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി ഈ മേഖല എങ്ങോട്ട് ചെന്ന് നിൽക്കുന്നു എന്നുള്ള ചരിത്രം അടയാളപ്പെടുത്തുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ പുസ്തകത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഈ മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ എനിക്ക് തോന്നുന്നു ദിനേശിൻ്റെ ഈ പുസ്തകം വായിക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയൊക്കെ ചെയ്താൽ ഉള്ളത് നല്ല കാര്യമാണ് എന്ന് തോന്നുന്നു. ഏതായാലും ദിനേശിൻ്റെ പുസ്തകം ഒരുപാട് വായനക്കാരിലേക്ക് എത്തട്ടെ. ദിനേശിന് ഇനിയും എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, സ്നേഹം. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ദിനേശ് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ ഈ വേദിയിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചത്. ഓർമ്മകൾ അപ്പൂപ്പൻ താടി പോലെയാണ് എന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ദിനേശ് എഴുതിയിട്ടുണ്ട്. കുറേ അപ്പൂപ്പൻ താടികളെ ഒന്നിച്ചു ചേർത്ത് ഒരു പുസ്തകമാക്കി ഇറക്കിയിരിക്കുകയാണ് ഇവിടെ.
ഒരുപാട് ഓർമ്മകൾ, ഇനിയും ഒരുപാട് മികച്ച ഓർമ്മകൾ ദിനേശിന് ബാക്കിയുണ്ടാവും. നമ്മളെല്ലാവരും സിനിമയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് മിക്കവാറും ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ. നമുക്ക് എല്ലാവർക്കും നമ്മൾ കടന്നു വന്ന വഴികൾ വ്യത്യസ്തമാണെങ്കിലും നമ്മുടെ സാഹചര്യങ്ങൾ പലതാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇതുപോലെ പല പല ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കാനുണ്ടാവും. പക്ഷേ ആ ഓർമ്മകൾ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കാൻ സാധിക്കുക, അത് എഴുതുക, അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ കഴിയുക, ഈ തലമുറയ്ക്കും വരും തലമുറയ്ക്കും അതൊരു വഴികാട്ടിയായി തീരുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്, വലിയ ഭാഗ്യമാണ്. അത്തരമൊരു വലിയ കാര്യമാണ് ദിനേശ് നമുക്കായി ഇവിടെ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇനി ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് പുസ്തകങ്ങളായി ഇവിടെ പുനർജനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. സന്യാസിയായ ഒരാൾ വഴിതെറ്റി PRO ആയിട്ട് മാറിയതാണ് AS ദിനേശ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏകദേശം 34 വർഷമായി ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം പറഞ്ഞു. അന്ന് ഒരു ഓഡിയോ കമ്പനിയുടെ PRO മാത്രമായിരുന്നു AS ദിനേശ്. ആ 34 വർഷത്തിന് ശേഷം ഇങ്ങോട്ടുള്ള യാത്രയിലൊക്കെ ദിനേശിനൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്ന്, പ്രത്യേകിച്ച് മാക്കക്കോസ് എന്ന് പറയുന്ന ഞങ്ങളുടെ സംഘടനയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ചേർത്തിരിക്കുന്ന സംഘടനയുടെ മുൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അങ്ങനെ തുടങ്ങിയ പദവികളൊക്കെ വഹിച്ചിട്ടുള്ള ആളാണ് AS ദിനേശ്. ദിനേശിൻ്റെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം നേരിട്ട് മുൻപ് സംസാരിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ്. എങ്കിലും ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു സൗഭാഗ്യത്തിന് അവസരം ലഭിച്ചതിന് നന്ദി പറയുന്നു. ഒപ്പം ദിനേശിൻ്റെ പുതിയ പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനിയരെ, പ്രിയപ്പെട്ടവരെ, സിനിമാ മേഖലയിലെ പ്രവർത്തകരെ, മാധ്യമ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഏതാണ്ട് ഒരു 90കളുടെ അവസാനമൊക്കെ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ക്ലാസ് കെട്ടിയത് സിനിമയൊക്കെ സ്വന്തമായി പോയി കാണാനുള്ള ഒരു അവസരവും ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നത്. ആ സമയം മുതൽ, ആ കാലം മുതൽ സിനിമകളിൽ നമ്മുടെ മുന്നിൽ തെളിയുന്ന ഒരു പേരാണ് AS ദിനേശ് എന്നുള്ളത്. പിന്നീട് മലയാള മനോരമയുടെ ഭാഗമായതിനു ശേഷം സിനിമ കൈകാര്യം ചെയ്യുന്ന സൺഡേ സപ്ലിമെൻറ്റിലൊക്കെ നമ്മുടെ താരങ്ങളെ പറ്റിയൊക്കെയുള്ള ഇൻ്റർവ്യൂകളും ഒക്കെ വരുമ്പോൾ ആ ഒരു കാലത്താണ് ദിനേശ് ചേട്ടനെ വളരെ അടുത്ത് പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഇന്നോളം ആ ഒരു ചിരിയും ഫോണിൽ ഇവിടെ എല്ലാവരും പരാമർശിച്ച ഈ പുസ്തകത്തിൻ്റെ പേരും ഒക്കെ എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. വളരെ ദീർഘമായ ഒരു സംഭാഷണത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. എങ്കിലും ഒരു കാര്യം മാത്രം പറയുന്നു. കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടോളമായി മലയാള സിനിമയിൽ ഉള്ള ഒരാൾ എഴുതിയൊരു പുസ്തകമാണ്. ഒരു 100 പേജുകൾ മാത്രമാണ് ആ പുസ്തകത്തിനുള്ളത്. നമുക്കറിയാം, ഇത്രയും വലിയ ഒരു അനുഭവ സമ്പത്തുള്ള ഒരാൾ ഇന്ന് സാധാരണ രീതിയിൽ ചെയ്യുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, അന്ന് മുതൽ ഇന്നോളമുള്ള അനുഭവങ്ങളൊക്കെ ഓരോ ദിവസവും ഓരോ സംഭവങ്ങളായി പുറത്തുവിടുക എന്നുള്ളതാണ്. ദിനേശ് ചേട്ടനെ പോലെ ഒരാളത് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം. ഞാനിങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് എണീറ്റ് മൈക്ക് വാങ്ങിക്കുമ്പോൾ എനിക്ക് തെറ്റിപ്പോകുക എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. നമസ്കാരം ദിനേശാണ് എന്ന് പറഞ്ഞു പോകുമെന്നുള്ളൊരു പേരുണ്ടായിരുന്നു. ഏതായാലും നമ്മൾ വെള്ളിത്തിരയിൽ കണ്ട PRO ദിനേശ്, AS ദിനേശ് എന്ന് പറഞ്ഞ പേര് ഇനി സാഹിത്യ ലോകത്തിലും നമ്മുടെ മനസ്സിലും തെളിയാണ് അക്ഷരങ്ങളായിട്ട്. എന്തായാലും ദിനേശിൻ്റെ ഈ സാഹിത്യ രംഗത്തേക്കുള്ള ചുവടുവയ്പ് ഏറ്റവും വലിയ രീതിയിൽ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. AS ദിനേശ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ പറയും, ഞാൻ ദിനേശാണ് PRO. എനിക്ക് അറിയുന്ന ആളാണ്, ദിനേശാണെന്ന് അറിയാം. എങ്കിൽ കൂടെ സിദ്ധി സാർ പറഞ്ഞ പോലെ എന്തിനാണ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് നമുക്ക് തോന്നും. പക്ഷേ അതൊരു വലിയ ഒരു കാര്യമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇതൊരു പുസ്തകമാക്കി മാറ്റേണ്ടത് അങ്ങനത്തെ ഒരു ദൗത്യം, ആ ഒരു കർമ്മം, ഒരു വിധിയാണ്. പുസ്തകത്തിൻ്റെ താളുകളിൽ പറഞ്ഞ പോലെ ഓരോ ജന്മത്തിനും ഓരോ നന്മകൾ ചെയ്യാനുള്ള ഒരു അവസരം ദൈവം കൊടുക്കുന്നുണ്ട്. അത് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ പകുത്തു നൽകാൻ AS ദിനേശിന് കഴിയും. അത് കഴിഞ്ഞിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല. എന്തായാലും ഈ ഉദ്യമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. അതുകൂടാതെ ഇത് പ്രസിദ്ധീകരിക്കുന്ന ആ വ്യക്തിക്ക് ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകണമെങ്കിൽ നമ്മളിപ്പോൾ പെഫ്കയിലായാലും മാക്ടയിലായാലും മറ്റ് സൗഹൃദങ്ങളിലായാലും എല്ലാവരും ഈ പുസ്തകം വായിക്കുകയും ഇത്
വിപണനത്തിന് വേണ്ടിയുള്ള ഒരു സഹകരണം കൂടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലെയും സദസ്സിലെയും എല്ലാ ബഹുമാനികൾക്കും നമസ്കാരം. നമസ്കാരം. ദിനേശാണ് പ്രിയാറ്. നമ്മുടെ ദിനേശ് ഏട്ടൻ ഒരു പുസ്തകം ഇറക്കുമ്പോൾ അതിനിടാൻ ഏറ്റവും അനുയോജ്യമായ പേര് തന്നെയാണ്. കാരണം ദിനേശ് ഏട്ടനെ എത്രയോ വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 13-14 വർഷത്തെ പരിചയമാണ് അദ്ദേഹമായിട്ടുള്ളത്. ഈ കാലത്തിനിടയ്ക്ക് എപ്പോഴും അദ്ദേഹത്തെ ദിനേശ് എന്ന മനുഷ്യനായി മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ. ദിനേശ് എന്ന പച്ച മനുഷ്യൻ. അദ്ദേഹം ഒരു സൈഡിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നുണ്ടാവും. അത് ഇപ്പം എൻ്റെ ഭർത്താവ് ശരൺ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്കാണെങ്കിലും എൻ്റെ കാര്യത്തിനാണെങ്കിലും എല്ലാം അദ്ദേഹം ചെയ്തു തരേണ്ട കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമല്ല. അത്തരം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒന്നും ദിനേശ് ഏട്ടനില്ല. പക്ഷേ ദിനേശ് ഏട്ടൻ പല സമയവും ദിനേശ് ഏട്ടൻ്റെ എഴുത്തായും ദിനേശ് ഏട്ടൻ്റെ പിന്തുണയായും സ്നേഹമായിട്ട് എപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട്, നമുക്കൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇന്ന് ഇങ്ങനെ ഒരു ചടങ്ങെന്ന് പറഞ്ഞപ്പോൾ മഴയൊന്നും വകവയ്ക്കാതെ എന്ത് പറഞ്ഞാലും ഇവിടെ വന്നിരിക്കണം, ഇത് കാണണം തന്നെ ആഗ്രഹിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ സദസ്സിൽ നിങ്ങളിലൊരാളായിരുന്നു കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്തോ ഒരു ദിനേശേട്ടൻ്റെ സ്നേഹമെന്നോ എന്തോ പുണ്യമെന്നോ എന്ന് എനിക്കറിയില്ല, ഇത്രയും മഹത്തുക്കളുടെ കൂടെ ഒരു ചെറിയ ഇരിപ്പിടം എനിക്ക് കിട്ടി എന്നുള്ളത് അതെനിക്ക് വലിയ സന്തോഷം തന്നെയാണ്. എല്ലാ കാലത്തും സ്നേഹം എന്ന് മാത്രമാണ് ദിനേശേട്ടനെ അറിയാൻ സാധിക്കുക. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ കണ്ടപ്പോൾ തമാശ പോലെ ദിനേശേട്ടൻ അഭിനയത്തിലേക്കൊക്കെ കയറി മിന്നിക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദിനേശേട്ടൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഇനി അങ്ങനെ കുറച്ച് മേഖലകളൊക്കെ ഞാൻ മാറ്റി പിടിക്കാൻ പോവാണ്, പലതും കാണാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ കാണാൻ വെച്ചതിൽ ഒന്നാണ് ഈ പുസ്തകം എന്ന് മനസ്സിലാക്കുന്നു. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി ആ പുസ്തകം വായിക്കാനുള്ള തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ അതൊട്ടും ഒരു അതിശയോക്തിയല്ല. ഇനി അടുത്തൊരു മേഖലയിലേക്ക് ചുവട് വെച്ച് എത്തിച്ചിട്ടുണ്ട് ദിനേശേട്ടൻ. ഇതിൽ ഇനിയും കൂടുതൽ നല്ല അനുഭവങ്ങളുമായിട്ട് പുസ്തകങ്ങൾ വരട്ടെ. അതോടൊപ്പം തന്നെ സിനിമയുടെ മറ്റു മേഖലകളിൽ ദിനേശേട്ടൻ ആഗ്രഹിക്കുന്ന ചില മേഖലകളുണ്ട്. അവിടെയും കൂടെ ദിനേശേട്ടനെ തെളിഞ്ഞ് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴൊക്കെയും ദിനേശേട്ടൻ്റെ കൂടെ ഇതുപോലെ ചേർന്ന് നിൽക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സർവേശ്വരന് ഈ നിമിഷങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. ഒരു എഴുത്തുകാരനാകണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. 10ാം ക്ലാസ് ഒരു വായിക്കാൻ തോന്നി, അതുപോലെ എഴുതാൻ തോന്നി, അതുപോലെ എഴുതാൻ തുടങ്ങി ചെയ്തു. ഒടുവിൽ പത്രപ്രവർത്തനം പഠിച്ചു. ഇപ്പം യാത്രയും പത്രപ്രവർത്തനയും സിനിമയും എല്ലാം ചേർന്ന് നടക്കുന്ന ഒരു പണി PR കണ്ടെത്തി അതിൽ എന്നെ ലളിതമായ ജീവിതം ആരംഭിക്കുകയും സിനിമയുടെ എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷവും നേടുകയും ചെയ്തു. ഈ ബുക്ക് എഴുതാൻ വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടതാണ്. ഏകദേശം 200ഓളം അധ്യായങ്ങളുണ്ട് ഞാൻ എഴുതി വെച്ചത്. പക്ഷേ കാലം കടന്നു വരുമ്പോഴും എൻ്റെ ചിന്തകൾക്കും നിലപാടുകൾക്കും മാറ്റം വരികയും വളരെ മനസ്സിൽ പതിഞ്ഞതും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതുമായ കാര്യങ്ങൾ മാത്രം ചേർത്ത് വളരെ പോസിറ്റീവായി മാത്രം എഴുതുകയും ചെയ്ത ഒരു കൊച്ചു പുസ്തകമാണ്. ഒരു വായനക്കാരൻ നിലയ്ക്ക് ഞാൻ എത്രത്തോളം സന്തോഷമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഒരു PR നിലയ്ക്ക് ഞാൻ ആ ബുക്ക് അവതരിപ്പിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. നല്ല പുസ്തകം വായിച്ച് അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും പറഞ്ഞ് അടുത്തൊരു പുസ്തകം നടക്കാനുള്ള ഭാഗ്യം സർവേശ്വരൻ തരട്ടെ എന്ന് പറയുന്നു. ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. സന്തോഷം. നമസ്കാരം.